സമസ്ത മുഷാവറ അംഗം MP മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു. മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം നടത്തിയതിനാണ് നടപടി. വിശദീകരണം തേടാതെ നടപടിയെടുത്തതിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നു. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന 100ാം വാർഷിക സ്വാഗത സംഘം രൂപീകരണത്തിൽ നിന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ, ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, മാഹിൻ നാജി തുടങ്ങിയവർ വിട്ടുനിൽക്കുകയാണ്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, കഴിഞ്ഞ ദിവസമാണ് ജിഫ്രി തങ്ങളെ EK വിഭാഗ പണ്ഡിത സഭയൊക്കെ വിമർശിച്ചത് മുസ്തഫൽ ഫൈസി. ഇപ്പോൾ അതിൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. എന്ത് നടപടിയാണ്? എങ്ങനെ പ്രതിഷേധമുയരുന്നു? മലപ്പുറത്ത് നടന്ന പ്രസംഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ജിഫ്രി തങ്ങളെയോ മറ്റോ നേരിട്ട് പേരെടുത്ത് വിമർശനം ഉണ്ടായിട്ടില്ല. പകരം മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് സമസ്തയ്ക്ക് മുന്നോട്ട് പോകാൻ ആകില്ല. വൈകി സമസ്തയിൽ വന്നവർ, പിന്നീട് വന്നവർ ദിശ നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ അവർക്കിത് മനസ്സിലാവുന്നതിന് അവർ ദിശ നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയിരുന്നു. അത് നേതൃത്വത്തിനെതിരായ വിമർശമാണ് എന്നുള്ള രീതിയിലാണ് ഇന്ന് കോഴിക്കോട് ചേർന്ന സംസ്ഥാന മുഷാവറയിൽ വിമർശനം ഉണ്ടായത്. തുടർന്ന് ആ വിഷയം അവിടെ അവതരിപ്പിക്കുകയും നേതൃത്വത്തിനെതിരായ വിമർശമാണെന്ന് വിലയിരുത്തുകയും തുടർന്ന് പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ നടപടിയിലേക്ക് പോവുകയും ചെയ്തു. പല മുഷാവറകളും പെട്ടെന്നൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോകരുത്, വിശദീകരണം ചോദിക്കൽ ഉൾപ്പെടെ നടപടികൾ വേണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് സംസ്ഥയുടെ അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് എന്ന അർത്ഥത്തിൽ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് മുസ്തഫൽ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ വാങ്ങി, അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി രാവിലെ എടുത്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് കോഴിക്കോട് സമസ്ത ഓഫീസിൽ വെച്ച് തന്നെ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ പരിപാടികളുടെ സ്വാഗത സംഘ രൂപീകരണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രധാനപ്പെട്ട പല നേതാക്കളും വിട്ടുനിൽക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് ആ സ്വാഗത സംഘ യോഗം നടന്നത്. മുഷാവറാംഗം വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്തഫൽ ഫൈസി, അതോടൊപ്പം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി തുടങ്ങിയ ആളുകൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളും യോഗത്തിൽ പങ്കെടുക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. അദ്ദേഹവും എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ U ഷാഫി ഹാജി, മായിൻ ഹാജി, നാസർ ഫൈസി കൂടത്തായി, സമദ് പൂക്കൂട്ടർ തുടങ്ങി നിരവധി ലീഗ് അനുകൂല നേതാക്കളുണ്ടായിരുന്നു. അവരൊക്കെ തന്നെയും ഈ സ്വാഗത സംഘ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അവരും ഇപ്പോൾ ഇത് മാറി നിൽക്കുകയാണ്. അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന വിവരം തീർച്ചയായും ഈ ഒരു മുസ്തഫൽ ഫൈസിക്കെതിരായ നടപടി ഏകപക്ഷീയമായിരുന്നു, അതിലുള്ളൊരു പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണെന്ന് തന്നെയാണ് പലരും സ്വകാര്യമായി പറയുന്നത്. കാരണം നേരത്തെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ പലതും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഉമർ ഫൈസിയും ഒക്കെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതികൾ വന്നെങ്കിലും അവരോട് വിശദീകരണം ചോദിക്കുക, വിശദീകരണം തൃപ്തികരമെന്ന രീതിയിൽ മറ്റ് നടപടിയിലേക്ക് പോകാതിരിക്കുകയുമാണ് സമസ്ത ചെയ്തത്. അതേസമയം ഇക്കാര്യത്തിലൊരു പ്രസംഗം ഉണ്ടായി. അതിനെ തുടർന്നുള്ള മുഷാവറയിലെ ആദ്യ ചർച്ചയിൽ തന്നെ നടപടി എന്ന രീതിയിലേക്ക് പോയത് അത് അംഗീകരിക്കാൻ കഴിയില്ല, ഏകപക്ഷീയമായ നടപടിയാണ്. പ്രത്യേകിച്ച് വിശദീകരണം പോലും തേടാതെ നടപടി അത് ഏകപക്ഷീയമാണെന്ന രീതിയിലാണ് ഒരു വിഭാഗം നേതാക്കൾ വിമർശിക്കുന്നത്. എന്തായാലും ഇന്ന് മുഷാവറ അത്തരം തീരുമാനമെടുത്തിരിക്കുന്നു. മാത്രമല്ല 100ാം വാർഷികം എന്ന് പറയുന്നത് സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണത്തിൽ നിന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, മുഷാവറ അംഗങ്ങൾ അടക്കമുള്ള നേതാക്കൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ സുന്നി മഹൽ ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളുടെ ഭാരവാഹികളടക്കം വിട്ടുനിൽക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഒരു ചർച്ചകളിലൂടെ മറ്റുമൊക്കെ പരിഹരിച്ച് ഏറെക്കുറെ അവർ തമ്മിൽ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിച്ചു എന്ന ഘട്ടത്തിൽ നിന്നാണ് വീണ്ടും ഒരു കടുത്ത നടപടി ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഒരു വിഭാഗം നേതാക്കൾ മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും സമസ്തയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടില്ല, അത് വീണ്ടും വഷളാകുമെന്നുള്ള സൂചനകളാണ് ഇന്നത്തെ യോഗവും മുഷാവറ യോഗത്തിലെ നടപടിയും തുടർന്നുള്ള സമസ്ത ഈ 100ാം വാർഷിക സ്വാഗത സംഘ സമ്മേളനം വിട്ടുനിൽക്കലും നൽകുന്ന സൂചന. ഇവിടെ ഈ മാറി നിൽക്കുന്നത് നേതാക്കൾ പ്രധാനപ്പെട്ട ഇപ്പോൾ പറഞ്ഞതുപോലെ നിരവധി പേർ മാറി നിൽക്കുന്നു. പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങൾ, ബഹാവുദ്ദീൻ നദ്വി, മായിൻ ഹാജി ഇവരൊക്കെ മാറി നിൽക്കുന്നത് പിന്നീടുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട്. നിലവിൽ തന്നെ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടാത്ത പല വിഷയങ്ങളുമുണ്ട്. അത് വീണ്ടും പ്രസംഗമായും അല്ലാതെയും ഒക്കെ പലതരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അത് പിന്നീടുണ്ടാക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രസംഗം, നടപടി, ഈ മാറി നിൽക്കലെല്ലാം എന്ത് വലിയ പ്രത്യാഘാതത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? ഇനി തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരത്തെ തന്നെ വളരെ സങ്കീർണമായിരുന്നു. ലീഗ് അനുകൂല വിഭാഗവും CP അനുകൂല വിഭാഗവും എന്നർത്ഥത്തിൽ തന്നെ രണ്ട് വിഭാഗമായി തിരിയുന്ന രീതിയിലേക്ക് വരെ രൂക്ഷമായി പോയിരുന്നു. അതേസമയം ഇതിനിടയ്ക്ക് അതിൽ CP അനുകൂല നേതാക്കളെ ചിലർ പാണക്കാടെത്തുകയും ഈ സാദിഖ് അലി തങ്ങൾക്കെതിരായ വിമർശനങ്ങൾ അവർ ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് ഏറെക്കുറെ ഒരു തർക്ക പരിഹാരത്തിലേക്ക് പോയിരുന്നു. മാത്രമല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു ഉപസമിതിയൊക്കെ രൂപീകരിച്ചു. അത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി കുറയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. അതേസമയം മലപ്പുറത്ത് ഒന്നാം തീയതി നടത്തിയ നവോത്ഥാന സമ്മേളനത്തിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് മുസ്തഫൽ ഫൈസിക്ക് അതിൽ ആരെങ്കിലും പേരെടുത്ത് ഉള്ള വിമർശനം ഉണ്ടായിട്ടില്ല. കാരണം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൽ ഉയർന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ വൈകി വന്ന ചിലർ ദിശ നിർണ്ണയിക്കുന്നു, അവർക്ക് പലതും മനസ്സിലാവുന്നില്ല. ലീഗ് സമസ്തയുടെ പിളർപ്പിൻ്റെ കാലത്ത്
വളരെ ശക്തമായി തന്നെ സമസ്തയെ കൂടെ നിർത്തിയത് മുസ്ലിം ലീഗാണ്. അതിൻ്റെ മഹല്ല് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുന്ന മുസ്ലിം ലീഗാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞതിനൊപ്പം നടത്തിയ ഒരു പരാമർശം, വൈകി വന്ന് പറഞ്ഞ പരാമർശം, അത് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങളെ പരോക്ഷമായി ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ളൊരു വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വം ഉണ്ടായത്. അതാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് പോയത്. അതുതന്നെ ഒരു സാധാരണഗതിയിൽ ഇത്തരം പരാമർശങ്ങളിൽ ഒരു വിശദീകരണം ചോദിക്കുകയും അതിൽ തൃപ്തി വരാത്ത രീതിയിലാണ് നടപടിയിലേക്ക് പോവുക. അതിലേക്ക് പോകാതെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന ആദ്യ മുഷാവറയിൽ തന്നെ നടപടി വേണം, സസ്പെൻഷൻ ഇതിലേക്ക് പോയത് ആണ് ശരിക്കും വീണ്ടും ഒരു പ്രകോപനത്തിലേക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു നേതാക്കൾ മുഷാവറകൾ യോഗത്തിൽ തന്നെ സാധാരണ ഒരു വിശദീകരണം തേടിയ ശേഷമല്ലേ നടപടിയിലേക്ക്? തീർച്ചയായും നമുക്കറിയാം, ഉമർ ഫൈസി മുക്കത്ത് നടത്തിയ പല വിവാദ പരാമർശങ്ങളുണ്ടായിരുന്നു. അതൊക്കെ സമസ്തയ്ക്ക് മുഷാവറയ്ക്ക് മുന്നിൽ പരാതിയായിട്ട് വരുമ്പോൾ വിശദീകരണം തേടുക എന്നതാണ് ആദ്യം ചെയ്യുക. സ്വാഭാവികമായിട്ടും ആ വിശദീകരണത്തിൽ ഉമർ ഫൈസി മുക്കമാണെങ്കിൽ പല കാര്യത്തിലും വിശദീകരണം തൃപ്തിപ്പെട്ടുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് പോകാതെയാണ് സംസ്ഥാന മുഷാവറ നിലപാടെടുത്തത്. ഇതിൽ വിശദീകരണം പോലും തേടാത്ത ഏകപക്ഷീയമാണെന്നൊരു സമീപനം വരുന്നു. സ്വാഭാവികമായിട്ടും ലീഗ് അനുകൂല വിഭാഗം ഈ പ്രധാനപ്പെട്ട പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇനി 100-ാം വാർഷികം ഉൾപ്പെടെ പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ആഭ്യന്തര പ്രശ്നം നിലനിൽക്കുന്നത് സമസ്തയെ സാരമായി തന്നെ ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി.